Differentiate a raised to x with respect to x where a is a positive constant. Okay, so നമുക്ക് തന്നിട്ടുണ്ട് y is equal to a raised to x എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? a raised to x നെ ഡെറിവേറ്റ് ചെയ്യണം അല്ലേ, dy by dx. അതായത് a raised to x നെ എന്ത് കണ്ടുപിടിക്കണം? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ കണ്ടായിരുന്നില്ലേ a raised to x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം a raised to x ന്റെ ഡെറിവേറ്റീവ് a raised to x into log a ആണ്. അത് എങ്ങനെ വന്നേന്ന് നോക്കാം. സോ y is equal to a raised to x. അങ്ങനെയാണെങ്കിൽ പറ, രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യും? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, അവിടെയും നമുക്ക് ആരെ ഉപയോഗിക്കാം? ലോഗിനെ ഉപയോഗിക്കാം. ഓക്കെ ആണോ? ഇതൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്, സംതിങ് റേസ് ടു എക്സ് എന്ന് പറഞ്ഞ് കിടക്കുക അല്ലയോ. സോ ഇതെന്താ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. സോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആരെ ഉപയോഗിക്കാം? നമുക്ക് ലോഗിനെ ഉപയോഗിക്കാം അല്ലേ. അതേപോലെ കുറേ സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക, അതിൻ്റെ അകത്ത് റൂട്ട് അല്ലെങ്കിൽ ഒരു റൂട്ടിനകത്ത് കുറേ സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും ഉപയോഗിക്കും? ആ ഡിഫറൻസിയേഷൻ എളുപ്പമാക്കാനായിട്ട് നമ്മൾ ആരും ഉപയോഗിക്കും? നമ്മുടെ ലോഗിനെ ഉപയോഗിക്കും. അതുപോലെ എക്സ്പോണൻഷ്യൽ കണ്ടാലും ആലോചിച്ചോണം, നമുക്ക് അവിടെ ആരും ഉപയോഗിക്കാം? നമ്മുടെ ലോഗിനെ ഉപയോഗിക്കാം. ഓക്കെ, സോ ഞാൻ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ ആ ലോഗിനെ ഉപയോഗിക്കാൻ പോവാ. നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും ലോഗ് എടുക്കും. സോ ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് a റൈസ് ടു x. ഓക്കെ, നമുക്കറിയാം ലോഗിന്റെ പ്രോപ്പർട്ടി, ലോഗ് a റൈസ് ടു ലോഗ് ഓഫ് a റൈസ് ടു b എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? b log a എന്ന് എഴുതാം, നമുക്കറിയാം അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ പറ, ലോഗ് y ഈസ് ഈക്വൽ ടു a റൈസ് ടു x ആ കിടക്കുന്നത് അല്ലയോ. സോ ആ പവർ കിടക്കുന്ന സാധനത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, x ഇൻറ്റു ലോഗ് a എന്ന് എഴുതാം. ഡിഫറൻഷിയേറ്റ് ലോഗ് എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ടേം അല്ലേ. ലോഗ് എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. എ ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ്. സോ ലോഗ് എ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റാ. ലോഗ് 2, ലോഗ് 3, ലോഗ് 10 എന്നൊക്കെ പറയുന്ന പോലെ ലോഗ് എ ഒരു കോൺസ്റ്റന്റാ. സോ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? നമുക്കറിയാം ലോഗിന്റെ ഡെറിവേറ്റീവ് 1/. സോ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എടുക്കണം. ഇനി ആരുടെ ഡെറിവേറ്റീവ് എടുക്കണം? വൈയുടെ ഡെറിവേറ്റീവ് എടുക്കണം. വൈയുടെ ഡെറിവേറ്റീവ് ആണ് എന്തോന്ന്? dy by dx which is equal to, നമുക്കറിയാം ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു എന്താ ഉണ്ട്? എക്സിന്റെ ഡെറിവേറ്റീവ് ഉണ്ട്, പക്ഷേ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? dx by dx. അതെന്താ? 1. ഓക്കെ ഓക്കെ, സോ ഇവിടെ ലോഗ് y ആണ് 1/y. ഇനി വൈയുടെ ഡെറിവേറ്റീവ് ഉണ്ട് dy by dx ഈസ് ഈക്വൽ ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് എ കോൺസ്റ്റന്റ്, അതിനെ അതേപോലെ എഴുതി. ലോഗ് എ കോൺസ്റ്റന്റ് അതിനെ അതേപോലെ എഴുതി. ഇൻറ്റു എന്തുകൊണ്ട്? എക്സ് ഉണ്ടായിരുന്നു. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? അത് 1. ഓക്കെ ആണോ? ഓക്കെ, സോ dy by dx ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? dy by dx ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? y നെ അപ്പുറം കൊണ്ടുപോകും. സോ y ലോഗ് a എന്ന് കിട്ടി. y എന്ന് പറഞ്ഞാൽ എന്താടാ? a റൈസ് ടു x. y എന്ന് പറഞ്ഞാൽ എന്താ? a റൈസ് ടു x. സോ yക്ക് പകരം കൊടുക്കാം a റൈസ് ടു x. സോ a റൈസ് ടു x ഇൻറ്റു ലോഗ് a. ഓക്കെ, സോ ഈ റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്യുക. a റൈസ് ടു x ന്റെ ഡെറിവേറ്റീവ് എന്താ? a റൈസ് ടു x ന്റെ ഡെറിവേറ്റീവ് എന്താ? അതിന്റെ ഡെറിവേറ്റീവ് a റൈസ് ടു x log a ആയിരിക്കും. ഓക്കെ, സോ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക a റൈസ് ടു x ന്റെ ഡെറിവേറ്റീവ്.